സലീം, ഈ സമരം 19 ദിവസം പിന്നിടുകയാണ്. നാളെ 20-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. അപ്പോഴാണ് അതിനൊരു പുതിയ നറേറ്റീവ്. ഇപ്പോൾ SDPI, ജമാഅത്തെ ഇസ്ലാമി, SUCI അവർ നിയന്ത്രിക്കുന്ന ഒരു സമരമാണ്. സമരക്കാരോട് എതിർപ്പില്ല, നേതാക്കളോടുള്ള വിയോജിപ്പ് MV ഗോവിന്ദൻ കുറച്ചുകൂടി മാന്യമായ ഭാഷയിൽ പറയുന്നു. ഹർഷകുമാറിനെ തള്ളുകയും ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? SKN ഹാഷ്മി വിജയകുമാർ, ഈ സമരം ആശാവർക്കർമാർ നടത്തുന്ന സമരം അതിന്റെ 19-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ സർക്കാരിനെ വല്ലാതെ ആ സമരം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ടാണ് CPIM അനുബന്ധ സംഘടനകളും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിമർശനങ്ങൾ നടത്തിയത്. ഇന്ന് ആ വിമർശനങ്ങളുടെ ഒരു പടി കൂടി കടന്ന് അങ്ങേയറ്റം മോശമായ അവസ്ഥയിലെ വിമർശനങ്ങളിലേക്ക് കൂടി കടക്കുന്നു എന്നുള്ളതാണ്. CITU ഇന്ന് ആശാവർക്കർമാരെ സംഘടിപ്പിച്ചുകൊണ്ടൊരു സമരം നടത്തിയിരുന്നു. ആ സമരത്തിനിടയിലാണ് ആദ്യം ഒരു വ്യക്തി അധിക്ഷേപം എന്ന നിലയിലേക്ക് വന്നത്. അതിന് പിന്നാലെ ഇപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി, SDPI തുടങ്ങിയവരാണ് ഈ സമരത്തിന് പിന്നിൽ എന്നുള്ളതാണ്. അങ്ങനെ പരമാവധി അവർക്ക് കഴിയാവുന്ന നിലയിലുള്ള എല്ലാ വിമർശനങ്ങളും ഈ സമരത്തിന് നേരെ പല ദിവസങ്ങളിലും ഉണ്ടായിട്ടുമുണ്ട്. ഈ CITU നടത്തിയ സമരം അത് വലിയ ആൾക്കൂട്ടമുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് ആശാവർക്കർമാർ മാത്രമല്ല അംഗൻവാടി ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ ആ സമരത്തിലേക്ക് പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ്. നമ്മൾ അവരുടെയൊക്കെ പ്രതികരണം തേടിയപ്പോൾ, ആശാവർക്കർമാരുടെ പ്രതികരണം തേടിയപ്പോൾ അതിൽ കൂടുതലായി അംഗൻവാടി ജീവനക്കാർ ഉൾപ്പെടെ പങ്കെടുത്തിരുന്നു എന്ന് കണ്ടതാണ്. എന്തായാലും വലിയ ആൾക്കൂട്ടത്തെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തുന്ന സമരം രാഷ്ട്രീയ പ്രേരിതമായ സമരമാണ് എന്നുള്ളതാണ് അവരുടെ അവകാശവാദം. അതുകൊണ്ട് തന്നെ ആ സമരം അവസാനിപ്പിക്കണം, ഒപ്പം കേന്ദ്രം അനുവദിക്കാനുള്ള ഫണ്ട് അനുവദിക്കണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉയർത്തിയായിരുന്നു CITUവിന്റെ സമരം. അതേസമയം ഈ ആക്ഷേപങ്ങളൊക്കെ തുടരുമ്പോഴും ഒരല്പം പോലും ഈ സമരത്തിൽ നിന്ന് പിന്മാറാതെ, ആ സമരത്തിന്റെ വീര്യം ചോരാതെ ഇവിടെ ഈ സമരക്കാർ കഴിഞ്ഞ 19 ദിവസമായി തുടരുന്നുണ്ട്. ഇപ്പോഴും ആ നിലയിൽ തന്നെ അവർ ഇവിടെ തുടരുകയും ചെയ്യുന്നുണ്ട്. ചേച്ചി, ഏറ്റവും പുതിയ അധിക്ഷേപം ഇവര് സമരം നടത്തുന്നവരൊക്കെ SDPIക്കാരും ജമാഅത്തെ ഇസ്ലാമിക്കാരും ഒക്കെയാണ് എന്നുള്ളതാണ്. ആ അധിക്ഷേപത്തോടെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ചേച്ചി, ഏറ്റവും പുതിയ അധിക്ഷേപം സമരം നടത്തുന്നവർ SDPIക്കാരും ജമാഅത്തെ ഇസ്ലാമിക്കാരും എന്നൊക്കെയാണ്. അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇല്ല, ഇത് കക്ഷി രാഷ്ട്രീയമായിട്ടാണ് നമ്മൾ ഈ സംഘടന നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഉണ്ട്, BJP ഉണ്ട്, CPM. ഞാനൊരു CPM പ്രവർത്തകയാണ്. CITUവിൽ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയും കൂടെയാണ്. മെമ്പർഷിപ്പ് കട്ടായിട്ട് 5-6 വർഷമായി. പിന്നെ ഇപ്പം ഞാൻ അതിലോട്ട് പ്രവർത്തിക്കുന്നില്ല. കാരണം നമുക്ക് അതിൽ നിന്നിട്ടൊന്നും ഒരു നേട്ടവും ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ ഇത് കക്ഷി രാഷ്ട്രീയമായിട്ടാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത്. ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. SKN, അങ്ങനെ വലിയ വിമർശനം അതുമായി ബന്ധപ്പെട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ ദിവസം കഴിയുന്തോറും വലിയ പിന്തുണ ഓരോ സംഘടനകളിൽ നിന്നും ഒക്കെ ഇവിടേക്ക് ഉണ്ടാകുന്നുമുണ്ട്. വിവിധ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, ഒപ്പം സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ഈ സമരത്തിന് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് ഓരോ ദിവസവും എത്തുന്ന കാഴ്ചയെ നമ്മൾ കാണുന്നതാണ്. SKN, താങ്ക് യു. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ ആശാ വർക്കേഴ്സിന്റെ സമരം തുടരുകയാണ്.